ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എച്ച് ഡി ഓൺലൈൻ. ഞാൻ രാജീവ്. ഇന്ന് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടു. അത് നമ്മുടെ ക്രിട്ടിക് റിവ്യൂ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ ക്രിട്ടിക് റിവ്യൂവിന് ഫോട്ടോസ് കുറവായിരുന്നെങ്കിലും മീൻസ് നമ്മുടെ വീഡിയോയ്ക്ക് കിട്ടിയ റെസ്പോൺസ് നല്ല റെസ്പോൺസ് ആയിരുന്നു. ആളുകൾ കമൻസ് ഒക്കെ ഇഷ്ടം പോലെ ഇട്ടിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ക്രിട്ടിക് റിവ്യൂ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കാണെന്ന്. പക്ഷേ നമ്മുടെ ഇപ്രാവശ്യത്തെ ക്രിട്ടിക് റിവ്യൂവിൽ നമ്മൾ നോക്കിയാൽ, ഇപ്രാവശ്യത്തെ അല്ല, നമ്മുടെ മുൻപുള്ള ഫോട്ടോസിലാണെങ്കിലും നമ്മൾ നോക്കിയാൽ നമ്മുടെ ഫോട്ടോസിൽ മിക്ക ഫോട്ടോസും ഇൻട്രസ്റ്റിംഗ് ഫോട്ടോസാണ്, അല്ലെങ്കിൽ മനോഹരമായ ഫോട്ടോസാണ്. അപ്പം നമ്മുടെ ഫോട്ടോസ് ഒരാൾ നോക്കിയിട്ട് ഇതൊരു നല്ല ഫോട്ടോയാണ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ഫോട്ടോയാണെന്ന് പറയുന്നത് ഒന്നാണ്. പക്ഷേ നമ്മുടെ ഫോട്ടോ കൊണ്ട് നമുക്ക് ഒരാളെ ചിന്തിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ നല്ലൊരു കാര്യമാണ്. അതായത് ഒരാൾ ഒരു ഫോട്ടോയിൽ നോക്കി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു സ്റ്റോറി കണ്ടെത്താൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വികാരം ഈ ഫോട്ടോയ്ക്ക് ഇയാളിൽ ഉണർത്താൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദേഷ്യം, അമർഷം, സന്തോഷം അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക വികാരം ഒരു ഫോട്ടോ കാണുമ്പോൾ തോന്നിയാൽ, ദുഃഖം, അതൊക്കെ ഈ ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫറുടെ ഒരു വിജയമാണ്. ഒരു ബ്യൂട്ടിഫുൾ ഫോട്ടോഗ്രാഫ് എന്നതിലേക്കാട്ട് ഉപരി നമുക്കൊരു കഥ പറയാൻ കഴിയുന്ന ഓരോരോ ഫോട്ടോകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയുടെ ടോപ്പിക്ക് സ്റ്റോറി അല്ലെങ്കിൽ കഥ എന്നുള്ളതാണ്. ഞാൻ എന്തായാലും ഇത് ഒരു ചെറിയ ചിത്രം കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഓക്കെ, ഞാൻ ഇന്ന് ബെസ്റ്റ് സ്റ്റോറി ടെല്ലിംഗ് ഫോട്ടോസ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ട പല മനോഹരമായ ഫോട്ടോകളിൽ ഈ ഒരു ചിത്രം എന്നെ വളരെ ആകർഷിച്ചു. അപ്പോൾ ഈ ചിത്രം എടുത്തിരിക്കുന്നത് ഗ്ലെന ഗോർഡൻ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്, ഒരു ലേഡിയാണെന്ന് എനിക്ക് തോന്നുന്നു. ആക്ച്വലി ഇത് ഒരു ലെൻസ് കൾച്ചർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നടത്തിയ 2014 നടത്തിയ കോമ്പറ്റീഷനിൽ ഗ്രാൻഡ് പ്രൈസ് കിട്ടിയ ഫോട്ടോയാണ്. നമുക്ക് ഇതിൻ്റെ കോമ്പറ്റീഷനായിട്ടുള്ള ഫോട്ടോസ് നോക്കിയാൽ വളരെ വളരെ മനോഹരമായ ഫോട്ടോസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പക്ഷേ നമുക്ക് ഈ ഫോട്ടോ നോക്കിയാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോട്ടോയാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, ഈ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? എന്തുകൊണ്ടാണ് ഈ ഫോട്ടോയ്ക്ക് ഗ്രാൻഡ് പ്രൈസ് കിട്ടാനുള്ള കാരണം? വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോട്ടോയാണ്. 3 ഡ്രസ്സാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. 3 ഡ്രസ്സിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ആ ഫോട്ടോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വേറെ ഒന്നുമില്ല, ടെക്നിക്കലായിട്ട് ഒരു കാര്യവും ഇതിനകത്തില്ല. സ്ലോ ഷട്ടർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോട്ടോ, പക്ഷേ പവർഫുള്ളായിട്ടുള്ളൊരു ഫോട്ടോ. ജാവ സിമ്പിൾ മാത്രമല്ല പവർഫുൾ ആണെന്നൊക്കെ പറയുന്ന പോലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോട്ടോയും പക്ഷേ വളരെ പവർഫുള്ളും ഒട്ടനവധി മീനിങ്ങും തരുന്ന ഒരു ചിത്രമാണ്. എനിക്ക് ഈ ചിത്രം കണ്ടപ്പോൾ തോന്നിയ 2 കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് ഈ ചിത്രത്തിൽ നോക്കിയാൽ 3 യൂണിഫോം ഡ്രസ്സാണ് കാണാൻ സാധിക്കുന്നത്. 3 പെൺകുട്ടികളുടെ ഡ്രസ്സുകളാണ്. അതുപോലെ തന്നെ അതിൻ്റെ മിഡിലിരിക്കുന്ന ഡ്രസ്സിൽ വളരെയധികം ചെളി പുരണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ നമുക്ക് രണ്ടാമത്തെ, അതായത് വലതുവശത്തുള്ള ആ ഡ്രസ്സ് നോക്കിയാൽ അതിൻ്റെ ഒരു മൂലയ്ക്ക് മാത്രം ചെറിയൊരു ചുളുക്കവും ചെറിയൊരു ചെളിയും ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ എനിക്ക് ചിത്രം കണ്ടപ്പോൾ തോന്നിയത് ഒരു സ്കൂളിൽ പഠിക്കുന്ന 3 സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള 3 പെൺകുട്ടികളുടെ ചിത്രമാണ്. നമുക്ക് അങ്ങനെ ചിന്തിക്കാം ഈ ചിത്രം നോക്കിയാൽ. ഒന്ന്, വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടി. രണ്ടാമത്, അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടി. മൂന്നാമത്, ഒരു ഹൈ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്നൊരു കുട്ടി. ഓക്കെ, അങ്ങനെ നമുക്ക് ചിന്തിക്കാം. വേണമെങ്കിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ചിന്തിച്ചാൽ നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് മീൻസ് ഈ ചെളി പുരണ്ട ഡ്രസ്സ് ഇട്ട് വന്നിരിക്കുന്ന പെൺകുട്ടി ഇവിടെ ഡ്രസ്സ് മിഡിൽ ഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മിഡിൽ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു മത്സര വിജയികളെ 1, 2, 3 എന്ന് പറഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ മിഡിൽ വരുന്ന ആളാണ് നമുക്ക് 1ാം നമ്പറിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് ചിന്തിച്ചാൽ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടി പഠിച്ച് ക്ലാസ്സിൽ മിടുക്കത്തിയായി, അങ്ങനെ ഒരു ചിന്ത നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് ചിന്തിക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ ചിന്തിക്കാം. ഇതൊരു നമ്മൾ ആ ഫസ്റ്റ് പാർട്ട് മാത്രം ചിന്തിച്ചാൽ 3 പെൺകുട്ടികൾ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരു പെൺകുട്ടി പാവപ്പെട്ട പെൺകുട്ടി, പിന്നെ മിഡിൽ ക്ലാസ്, പിന്നെ ഒരു റിച്ച് ആയിട്ടുള്ളൊരു ഗേള്. ഇത്രയും ഭാഗം മാത്രം ചിന്തിച്ചാൽ നമ്മുടെ മനസ്സിലൊരു ദുഃഖം എന്ന് പറയുന്നൊരു ഫീലിംഗ് ആയിരിക്കും വരുന്നത്. പിന്നെ ഈ രണ്ടാമത്തെ ഭാഗം കൂടെ നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ, അതായത് ഈ പാവപ്പെട്ട പെൺകുട്ടി പഠിച്ച് മിടുക്കിയായി ക്ലാസ്സിൽ ടോപ്പായി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷവും, പിന്നെ നമ്മളും അതുപോലെ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ ക്ലാസ്സിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കൊരു നമ്മുടെ ആരും അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു അഭിമാനമൊക്കെ തോന്നും.
ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒന്നുമല്ലാതെ വേറൊരു രീതിയിൽ നമുക്ക് ചിന്തിക്കാം. വേറൊരു രീതിയിൽ എന്ന് പറയുമ്പോൾ മീൻസ് ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഇപ്പോഴാണ് വന്നത്. ഞാൻ ശരിക്കും പറഞ്ഞ ഈ വീഡിയോ തോന്നുമ്പോൾ ആണ് ഈ രണ്ടാമത്തെ ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. നമുക്ക് ഈ ഫോട്ടോ എങ്ങനെയും ഇൻ്റർപ്രറ്റ് ചെയ്യാം. അതായത് ഈ മിഡിൽ നിൽക്കുന്ന പെൺകുട്ടി, അവൾ ക്ലാസ്സിൽ ഒന്നാമതാണ്. അത് കൂടാതെ തന്നെ അവൾ ഈ പെൺകുട്ടി പാവപ്പെട്ടവളാണോ പണക്കാരിയാണോ എന്നൊന്നുമല്ല ഇതിനകത്ത്. ഈ പെൺകുട്ടി ക്ലാസ്സിൽ ടോപ്പാണ്. അതുപോലെ തന്നെ അവൾ സ്പോർട്സിലും ടോപ്പാണ്. അതുകൊണ്ടാണ് അവളുടെ ഡ്രസ്സ് എപ്പോഴും ചെളി പുരണ്ടിരിക്കുന്നത്. എപ്പോഴും സ്പോർട്സ് ഇനങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ രണ്ട് കാര്യങ്ങളിലും ടോപ്പാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് രണ്ടാമതൊരു ചിന്തയെ നമുക്ക് ചിത്രത്തിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിക്കും. അപ്പോൾ എനിക്ക് തോന്നിയ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ചിലപ്പോൾ വേറൊരു രീതിയിലായിരിക്കാം ഈ ചിത്രം ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്നെപ്പോലെ ഒരു നോർമലായിട്ടുള്ള വ്യക്തി ഇത്രയും ചിന്തിക്കണമെങ്കിൽ എങ്ങനെ ഈ ഫോട്ടോയ്ക്ക് ഫസ്റ്റ് കിട്ടിയെന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം. അതായത് ഈ ഫോട്ടോ ജഡ്ജ് ചെയ്തിരിക്കുന്ന ജഡ്ജസ് വളരെ പ്രഗത്ഭരായിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സാണ്. ലോകത്തിൻ്റെ പല കോണിൽ നിന്നുമുള്ള ആൾക്കാർ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ടെക്നിക്കലായിട്ടൊന്നും പറയാനില്ലാത്ത ഒരു ചിത്രമാണ്. പക്ഷേ വളരെ മീനിങ് ആയിട്ടൊരു ചിത്രം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഫോട്ടോഗ്രാഫിയിൽ ഈ ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്റ്റോറിയാണ്. അപ്പോൾ നമുക്കറിയാം പുലിറ്റ്സർ പ്രൈസ് അല്ലെങ്കിൽ അതുപോലുള്ള ഫോട്ടോഗ്രാഫി അവാർഡ്സ് ഒക്കെ കിട്ടുന്ന ചിത്രങ്ങൾ നോക്കിയാൽ ഓരോ ചിത്രവും ഓരോ കഥകൾ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില ചിത്രങ്ങൾ ടെക്നിക്കലായിട്ട് ഒന്നുമില്ലായിരിക്കും. മീൻസ് ക്യാമറ ഷെയ്ക്കായിട്ടുണ്ടാവാം, പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആ ചിത്രം ഒരു കഥ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചിത്രമാണ് ഏത് കോമ്പറ്റീഷനിലും ഫസ്റ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കഥ പറയാൻ സാധിക്കും? നമ്മുടെ ക്രിട്ടിക് റിവ്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യം, പല ആൾക്കാരും ഭയങ്കര ലേസിയാണ്. അവർക്ക് ഫോട്ടോഗ്രാഫി പഠിക്കണമെന്നുണ്ട്. കൂടുതൽ ആൾക്കാർ ശ്രമിക്കുന്നത് ഇതുപോലൊരു യൂട്യൂബ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. പെട്ടെന്നൊരു ദിവസം പുറത്തേക്ക് ക്യാമറയുമായി പോയി കഴിഞ്ഞാൽ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആകും എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ തിയറി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളും ചെയ്തു നോക്കിയാൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ക്രിട്ടിക് റിവ്യൂവിലാണെങ്കിലും കൂടുതൽ ആൾക്കാരും വീട്ടിനകത്ത് തന്നെ ഇരുന്നുള്ള ഫോട്ടോഗ്രാഫിയാണ് നമുക്ക് അയച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു DSLR ക്യാമറ ഉള്ള ആൾക്കാർ പോലും വീട്ടിനുള്ളിലിരുന്ന് വീട്ടിലെ എന്തെങ്കിലുമൊക്കെ പൂച്ചട്ടിയും അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ക്രിട്ടിക് റിവ്യൂവിൽ അയച്ചു തരുന്നത്. നമുക്കെല്ലാവർക്കും ഇമ്പ്രൂവ് ആകാൻ സാധിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മളതിന് മനസ്സ് വെക്കുന്നില്ല. എന്താണോ നമ്മൾ പൊതുവെ ഒരു മടിയന്മാരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഒട്ടും പുറകോട്ടല്ല, അത്യാവശ്യത്തിന് മടിയും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഫോട്ടോഗ്രാഫിയിൽ ഒരു പാഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഫോട്ടോഗ്രാഫിയിൽ എനിക്ക് മടി കുറവാണ്. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം മടിയുണ്ട്. പിന്നെ നമ്മൾ ഈ സിമ്പിളായിട്ടുള്ള ഫോട്ടോസ് എടുക്കുന്ന ആ ഒരു പ്രവണത ഒഴിവാക്കുക. മീൻസ് ഇതൊരു ക്രിട്ടിക് റിവ്യൂ നമുക്ക് പ്രൈസും കാര്യങ്ങളും ഒന്നും തരുന്നില്ലെങ്കിലും നമ്മൾ കുറച്ചും കൂടെ എഫോർട്ട് ഇട്ടൊരു ചിത്രം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളൊരു കോമ്പറ്റീഷനൊക്കെ പോകുമ്പോഴും നിങ്ങൾക്കത് വളരെ ഈസി ആയിരിക്കും. ഞാനും പോയി 1-2 കോമ്പറ്റീഷനിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഒന്നിനും പ്രൈസുകളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ നമുക്കിതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ പോയി പങ്കെടുക്കുക. ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷനൊക്കെ ഉണ്ടെങ്കിൽ പോയി പങ്കെടുക്കുക. ഫസ്റ്റ് കിട്ടുമോ സെക്കൻഡ് കിട്ടുമോ അതല്ല നമ്മുടെ വിഷയം. നമുക്ക് ഓരോ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്ത് കഴിയുമ്പോഴേ അത്രമാത്രം ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. മീൻസ് തിയറിയുടെ കൂടെ തന്നെ പ്രാക്ടിക്കലും നല്ലതായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഫോട്ടോഗ്രാഫിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ എടുത്ത് നോക്കിയാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഏറ്റവും അടിയിലുള്ള ചിത്രവും ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രവും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലുള്ള വ്യത്യാസം, ബാംഗ്ലൂർ വന്നു കഴിഞ്ഞൊരു 4 മാസം കൊണ്ട് എൻ്റെ ഫോട്ടോഗ്രാഫിയിൽ വന്ന വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നാട്ടിൽ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ലിമിറ്റഡ് ആണ്. മീൻസ് നമുക്ക് മുഹൂർത്തമുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അനുസരിച്ച് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് പോകുന്നൊരു കാര്യമാണ് നമുക്ക് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി. പക്ഷേ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിൽ അവരുടെ കഴിവ് തെളിയിച്ച ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഒരു സ്ലോ പ്രോസസ്സിനോടാണ് താല്പര്യം. അപ്പോൾ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ എനിക്ക് ടൈം എടുത്ത് ഓരോ ഫോട്ടോസ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ഫ്ലാഷ് ഫോട്ടോഗ്രാഫി വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ നിങ്ങളും കുറച്ചും കൂടെ എഫോർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടുത്ത ക്രിട്ടിക് റിവ്യൂവിൽ ഞാൻ കുറച്ചും കൂടെ നല്ല ചിത്രങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് കടന്നു വരാം, സ്റ്റോറി. ഓക്കെ, അപ്പോൾ നമ്മളൊരു സ്റ്റോറി ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ പല രീതിയിൽ സ്റ്റോറി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ഒരു സീരീസ് ഓഫ് ഫോട്ടോസ് സ്റ്റോറി ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു സ്റ്റോറി അവർ ആദ്യമേ നിശ്ചയിക്കുന്നു, അല്ലെങ്കിൽ ഒരു ടോപ്പിക് ആദ്യമേ നിശ്ചയിച്ചിട്ട് ഒരു സീരീസ് ഓഫ് ഫോട്ടോസ് എടുക്കുന്നു. അങ്ങനെ ഒരു സ്റ്റോറി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു സിംഗിൾ ഫോട്ടോയിൽ ഒരു നല്ല സ്റ്റോറി കൊണ്ടുവരാൻ സാധിച്ചാൽ, നമ്മുടെ എക്സാമ്പിളിൽ പറഞ്ഞ ആ ഫോട്ടോ പോലെ
ഒരു സിംഗിൾ ഫോട്ടോയിൽ നല്ല സ്റ്റോറി കൊണ്ടുവരാൻ സാധിച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ല ചിത്രം. ഇങ്ങനെയുള്ള ചിത്രങ്ങൾ നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്, ഒഴുക്കൻ മട്ടിൽ ആദ്യം പറഞ്ഞൊരു കാര്യം, ഓരോ ഫോട്ടോയും ഓരോ ഇമോഷൻസ് നമ്മളിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ സങ്കടം അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കാൻ കഴിയുന്ന ചിത്രങ്ങൾ എടുക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ട്രൈ ചെയ്യണം. നമുക്കൊരു താഴെ ഒരു അടിക്കുറിപ്പ് കൊടുത്ത് ഈ ഫോട്ടോ ഇങ്ങനെയാണ് എന്ന് പറയേണ്ട ആവശ്യമില്ലാതെ ഫോട്ടോ കണ്ട് തന്നെ ആ ഫോട്ടോയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ആൾക്കാരെ പ്രേരിപ്പിക്കുന്ന ഫോട്ടോസ് എടുക്കാൻ നമ്മൾ കഴിവുള്ളവരായിരിക്കണം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ആർട്ട് എക്സിബിഷൻ നടത്തി കഴിഞ്ഞാൽ ഈ ആർട്ടിസ്റ്റ് വന്ന് ഈ കാര്യങ്ങളെല്ലാം വിവരിച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയ നമുക്ക് കാണാം. നമ്മുടെ നാട്ടിലല്ല, മീൻസ് എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ വലിയ വലിയ കലാകാരന്മാരുടെ ഇപ്പോൾ ഒരു ഡാവിഞ്ചിയുടെ ചിത്രം, അങ്ങനൊരു ചിത്രമൊക്കെ ആകുമ്പോൾ അതിൻ്റെ അടിക്കുറിപ്പുകളൊന്നും തന്നെ കാര്യമായിട്ട് കാണത്തില്ല. ചിലപ്പോഴേ ഇദ്ദേഹം ഇന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഇന്ന കാലയളവിൽ വരച്ച ചിത്രം എന്ന് മാത്രം കാണും. പക്ഷേ നമ്മൾ ആ ഒരു ചിത്രം നോക്കി നമ്മൾ പലരും ചിന്തിച്ച് നോക്കാറുണ്ട്, എങ്ങനെ ഇദ്ദേഹം ഇത് വരച്ചു, എങ്ങനെയാണ് ഇതിലെ ഇമോഷണൽ ലെവൽ എന്താണ്. ഡാവിഞ്ചിയുടെ കാര്യം പോരട്ടെ, നമ്മുടെ രാജാ രവിവർമ്മ അദ്ദേഹം എടുത്ത ചിത്രങ്ങൾ, ഇവയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മീൻസ് ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്ക് ചിത്രകലയും കുറച്ചും കൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മീൻസ് ചിത്രകല നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റിങ്ങിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കും. ചിത്രകല എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന വെറും വാട്ടർ കളറല്ല, നല്ല നല്ല കലാകാരന്മാരുടെ നല്ല നല്ല ചിത്രങ്ങൾ, ഇവയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ചിത്രങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പം നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം, ഒന്നെങ്കിൽ ഒരു സീരീസ് ഓഫ് ഫോട്ടോസ്, അല്ലെങ്കിൽ ഒരു ഫോട്ടോയിൽ തന്നെ നിങ്ങളുടെ ആ ഒരു കഥ പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം ഇമോഷണൽ ഇമ്പാക്റ്റ് ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ കാര്യം ബി ഒറിജിനൽ എന്നുള്ളതാണ്. ഞാനൊരു 4 പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ കണ്ടു, പക്ഷേ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നിയ 4 പോയിൻറ്റ്സാണ് നോട്ട് ചെയ്ത് വെച്ചത്. അത് 4ാമത്തെ പോയിൻറ്റ് ബി ഒറിജിനൽ എന്നുള്ളതാണ്. ബി ഒറിജിനൽ എന്ന് വെച്ചാൽ വേറെ ഒരാളുടെ ഐഡിയ നിങ്ങൾ കണ്ടിട്ട് അത് കോപ്പി അടിക്കുന്നതാകരുത് നിങ്ങളുടെ ചിത്രം. നിങ്ങളുടെ ചിത്രത്തിൽ ഒറിജിനാലിറ്റി ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. ചില ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടാൽ നമുക്കറിയാം ഇതുപോലൊരു ചിത്രം ഞാൻ മുമ്പ് എവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്ലീഷേ ആയിട്ടുള്ള ഒത്തിരി ഫോട്ടോസ് ഉണ്ട്. അതായത് ഒരു സബ്ജക്റ്റ് തന്നിട്ട് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് തന്നിട്ട് നല്ല ബൊക്കെ ക്രിയേറ്റ് ചെയ്യുക. സബ്ജക്റ്റിൽ കഥയൊന്നുമില്ല, ജസ്റ്റ് ഒരു സബ്ജക്റ്റ് ഉണ്ട്, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ മിക്കവരുടെ മനസ്സിലുള്ള ഒരു ഫോട്ടോഗ്രാഫിയെക്കുറിച്ചുള്ള ചിന്ത അതാണ്. മീൻസ് നല്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഉണ്ടെങ്കിൽ നല്ല ഫോട്ടോയാണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്ത. ഒരു പോർട്രേറ്റ് ഒക്കെ എടുക്കുമ്പോൾ നല്ലതാണ്, പക്ഷേ എല്ലാ ഫോട്ടോസും അങ്ങനെ ആകരുത്. മീൻസ് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു 3-4 വർഷം വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ നമ്മുടെ ലെൻസിൻ്റെ ഏറ്റവും കുറഞ്ഞ അപ്പർച്ചറിലിട്ടാണ് ഒരു 90% ഫോട്ടോസും എടുത്തിരുന്നത്. ഇപ്പോഴത്തെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഞാൻ f1.8-ലോ f2.8-ലോ ഒക്കെ എടുക്കുന്ന ഫോട്ടോസ് വളരെ കുറവാണ്. നമുക്ക് അങ്ങനെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് തോന്നുമ്പോൾ മാത്രമേ അങ്ങനെ എടുക്കാറുള്ളൂ. അല്ലാതെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഇല്ലാതെ തന്നെ നല്ല ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതാണ് ബി ഒറിജിനലിൽ. ഒരു ക്ലീഷേ ഫോട്ടോസ് നമ്മൾ ഒഴിവാക്കുക. ഇപ്പോൾ നമ്മൾ ക്ലീഷേ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ സ്ഥിരം കാണുന്ന ചില ഫോട്ടോസ്, ഒരു സൺറൈസ്, സൂര്യോദയം, ഒരു വള്ളക്കാരൻ പോകുന്ന സൂര്യോദയം, ഇത് ഒത്തിരി ഫോട്ടോസ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ മലയാളികളുടെ പ്രത്യേകിച്ചുള്ളൊരു ക്ലീഷയാണ് KSRTC ബസ്. എവിടെ നോക്കിയാലും KSRTC ബസ്സിൻ്റെ കുറച്ച് ഫോട്ടോസ് കാണും. ഇപ്പോൾ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിൽ ഒരു ക്ലീഷേ എന്ന് പറഞ്ഞാൽ നവദമ്പതിമാർ ഒരു സൺഗ്ലാസ് വെച്ച് ഒരു റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിൻറ്റേജ് സ്കൂട്ടറിൽ കയറി വരിക, അത് നമ്മുടെ ഒരു ക്ലീഷയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിങ്ങൾ കുറച്ച് ഒറിജിനാലിറ്റി നിങ്ങളുടെ ഫോട്ടോസിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഇനി 4ാമത്തെ കാര്യം ബി ആംബിഗ്വസ് എന്നുള്ളതാണ്. അപ്പോൾ ബി ആംബിഗ്വസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യാൻ സാധിക്കണം. ഇത് ഒരു കഥ പറച്ചിലിൻ്റെ ഒരു ഭാഗമാണ്, പക്ഷേ എല്ലാ ഫോട്ടോസും ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതല്ല. ബി ആംബിഗ്വസ് എന്ന് പറഞ്ഞാൽ ചില ഫോട്ടോസ് മീൻസ് ഒരു ഷാർപ്പ് പോയിൻ്റ് ഇല്ലാത്ത ഫോട്ടോസ് കാണും, മീൻസ് ഫുൾ ബ്ലർഡാണ്. നിങ്ങളതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചെടുക്കണം. അങ്ങനെയുള്ള ഫോട്ടോസ് ഉണ്ട്. പറ്റുവാണെങ്കിൽ അതിനുള്ള ഒരു എക്സാമ്പിൾ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം ഈ വീഡിയോയിൽ. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ഞാൻ ഈ ചെറിയ സ്റ്റോറി എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ ഞാൻ നമ്മുടെ ക്രിട്ടിക് റിവ്യൂവിൽ പറഞ്ഞിരുന്നു, ക്രിട്ടിക് റിവ്യൂവിൻ്റെ ടോപ്പിക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ക്രിട്ടിക് റിവ്യൂ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ടോപ്പിക് സ്റ്റോറി എന്നുള്ളതാണ്. അപ്പോൾ 1-2 കണ്ടീഷൻസ് ഉണ്ട്. സ്റ്റോറിയാണ് നമ്മുടെ ടോപ്പിക്ക്.
അപ്പോൾ സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞ ഈ 4 പോയിൻറ്റ്സ് നിങ്ങൾ 4 പോയിൻറ്റ്സ് എല്ലാം വേണമെന്നില്ല, 1-2 പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ ഒഴിവാക്കേണ്ട 1-2 കാര്യങ്ങൾ, യാചകരുടെ ഫോട്ടോ ഒഴിവാക്കുക, അതുപോലെ തന്നെ കുട്ടികളുടെ ഫോട്ടോ ഒഴിവാക്കുക. പിന്നീട് സൺറൈസ് അല്ലെങ്കിൽ സൺസെറ്റ് അല്ലെങ്കിൽ ഒരു വലിയ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ്, അതായത് നിങ്ങൾക്കറിയാം ഒത്തിരി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ്. അപ്പോൾ ഈ കാര്യങ്ങൾ 3ഉം ഒഴിവാക്കുക. എന്നിട്ട് നിങ്ങളൊരു സ്റ്റോറി പറയാൻ വേണ്ടി ശ്രമിക്കുക. അത് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ആയാലും എന്തായാലും കുഴപ്പമില്ല, ആളുകളെ ഇൻക്ലൂഡ് ചെയ്താലും ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഇപ്പം നിങ്ങൾക്ക് ഈ ഉദാഹരണമായിട്ട് ഈ വീഡിയോയിൽ കാണിച്ച ഫോട്ടോ നിങ്ങൾ കണ്ടു, ഒരു മുഖം, ഒരു ഇമോഷൻ കാണിക്കാനായിട്ട് ഒരു മുഖം ഇല്ലാത്തൊരു ഫോട്ടോയാണത്. പക്ഷേ ആ ഫോട്ടോയ്ക്ക് നമ്മളോട് ഒത്തിരി കഥകൾ പറയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിത്രം എടുക്കുക. ഇതൊരു ഇച്ചിരി ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ക്രിട്ടിക് റിവ്യൂ ആണ് നെക്സ്റ്റ്. അപ്പോൾ നിങ്ങൾ ഫോട്ടോസ് അയച്ചു തരിക, നമുക്ക് നോക്കാം ആരാണ് ഏറ്റവും നല്ല ഫോട്ടോ എടുത്തത്. ഇതൊരു ജസ്റ്റ് ഒരു കോമ്പറ്റീഷൻ അല്ല, നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ഇമ്പ്രൂവ് ചെയ്യാനും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ iStudio ഓൺലൈൻ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ നന്ദി. നമ്മൾ ഏകദേശം 5000 സബ്സ്ക്രൈബേഴ്സ് ആകാറായി. അതുപോലെ തന്നെ ക്രിട്ടിക് റിവ്യൂവിൻ്റെ ഫ്യൂച്ചർ ഞാൻ നിങ്ങൾക്ക് പറയാം. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ കുറച്ച് ഇൻകമൊക്കെ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, മീൻസ് നമുക്ക് എത്ര ഇൻകമാണോ കിട്ടുന്നത് അതിനനുസരിച്ചുള്ള ഒരു പ്രൈസ് നമ്മൾ ക്രിട്ടിക് റിവ്യൂവിൽ ഫ്യൂച്ചറിലേക്കാണ്. അടുത്ത നെക്സ്റ്റ് വീക്കിലെ ക്രിട്ടിക് റിവ്യൂവിൽ വന്ന് ചോദിക്കരുത്, പ്രൈസ് എവിടെയെന്ന് ചോദിക്കരുത്. ഇത് ഫ്യൂച്ചറിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. ഇത് ഈ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചിരുന്ന കാര്യമാണ്. മീൻസ് കുറച്ച് ആൾക്കാരെ എന്തെങ്കിലും പ്രൈസൊക്കെ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കാനും സാധിക്കണമെന്നുള്ളത്. അപ്പോൾ ക്രിട്ടിക് റിവ്യൂവിൽ നിങ്ങളുടെ ഫോട്ടോസ് അയക്കുക. ഇപ്രാവശ്യം പ്രൈസൊന്നുമില്ല, അടുത്ത പ്രാവശ്യം കാണില്ല, ഫ്യൂച്ചറാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഫോട്ടോസ് അയക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.